യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ, ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ശക്തിയുള്ള വചനം നിങ്ങളിലെത്തിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ വചനം നിങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായി, ബലമായി, അനുഗ്രഹമായി, സൗഖ്യമായൊക്കെ വെളിപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, ഏറ്റെടുത്തിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ, നൊവേനയിൽ പങ്കെടുക്കുന്നവർ, വചനം കേൾക്കുന്നവർ, നിയോഗം എഴുതി സമർപ്പിക്കുന്നവർ, ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളിൽ ഒരാൾ ഓരോ ദിവസവും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിലെ ശുശ്രൂഷകയായ മേരി ജോയ് എന്ന സഹോദരിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ഈ ആലയത്തിൽ ചെയ്യുന്ന മഹത്തായ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കട്ടെ. നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ കേൾക്കാൻ പോകുന്ന ഈ വചനത്തോട് ചേർത്ത് വയ്ക്കട്ടെ. നിങ്ങൾ ഏതു കാര്യങ്ങളെയൊക്കെയാണോ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത്, ഇടപെടുന്നത് ഇന്ന് അനുഭവിച്ചറിയാൻ ഇടയാകത്തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവെ ഈ വചനത്തിലൂടെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്നവർ, എഴുതി വയ്ക്കുന്നവർ, ശ്രദ്ധയോടെ ഒരുങ്ങി നേരത്തെ എഴുന്നേറ്റ് വളരെ ഒരുക്കത്തോടെ കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, സകലരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതേറ്റവും അനുഗ്രഹമുള്ളൊരു വചനമാണ്, സുപരിചിതമാണ്. പക്ഷെ ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഒന്ന് ധ്യാനിക്കുകയാണ്. ജെറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രത്യേകത പറയുവാണ്, അത് നാശത്തിനുള്ള ഒരു കണക്കുകൂട്ടലല്ല, ഒരു പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എങ്ങനെയൊക്കെയുള്ള ക്ഷേമം? നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ശുഭമായൊരു ഭാവി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടിയാ അധ്വാനിക്കുന്നത്, അതിനുവേണ്ടിയാ മുന്നോട്ട് പോകുന്നത്. ശുഭകരമായൊരു ഭാവി. അവിടെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നാശത്തിനുള്ളതല്ല എന്നെഴുതിയിട്ടുണ്ട്. നാശത്തിനുള്ളതല്ല. അപ്പം നാശത്തിനായി വിചാരിക്കുന്ന വിചാരങ്ങളുണ്ട് മനുഷ്യർക്ക്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എനിക്ക് ശുഭകരമായൊരു ഭാവി ഉണ്ടാകുന്ന പദ്ധതിയാണ്, എനിക്ക് നന്മയുണ്ടാകുന്ന പദ്ധതിയാണ്, എന്നെ രക്ഷിക്കുന്ന പദ്ധതിയാണ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ചിലത് എഴുതിയിട്ടുണ്ട്. അതാണ് നാളുകളിൽ നടക്കാൻ പോകുന്നത്. ദൈവം എഴുതിയിട്ടുണ്ട്. നമ്മൾ തമാശക്കാണേലും പറയില്ലേ, നിന്റെ തലയിലെഴുത്ത് മോശമാ, നിന്റെ തലയിലെഴുത്ത് മോശമാന്ന്. തലയിലെഴുത്ത് അതൊരു സാധാരണ ഭാഷയിൽ വന്ന ഒരു പദപ്രയോഗം എന്ന് മാത്രമേ ഉള്ളൂ. അതിലർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വെറുതെ പറയുന്നൊരു വാക്കായാലും ദൈവം ചിലത് എഴുതിയിട്ടുണ്ടോ നിന്നെക്കുറിച്ച്. അതാണ് ഈ വാക്യം.
എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്തിനാണെന്നറിയാമോ ഈ വചനങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുന്നത്? നിന്നെക്കുറിച്ച് ദൈവം എഴുതിയത്, ദൈവം ഉദ്ദേശിച്ചത് അവിടെ നീ എന്ന വ്യക്തി, നിന്റെ കുടുംബം എത്തണം. അതിനുവേണ്ടിയാ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്, നിന്നെക്കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവർ എഴുതിയതും മറ്റുള്ളവർ പറഞ്ഞതുമൊന്നുമല്ല ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നമ്മളതാ പേടിച്ചിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് മന്ത്രവാദി എഴുതിയിട്ടുണ്ട്, കൂടോത്രക്കാരൻ എഴുതിയിട്ടുണ്ട്, ക്ഷുദ്രപ്രയോഗക്കാരൻ എഴുതിയിട്ടുണ്ട്, അസൂയാലുക്കൾ എഴുതിയിട്ടുണ്ട്, നമ്മളെ ദേഷ്യത്തോടെ കാണുന്നവർ എഴുതിയിട്ടുണ്ട്, വാശിയോടെ എഴുതിയിട്ടുള്ളവരുണ്ട്. മനുഷ്യൻ എഴുതിയതല്ല, മനുഷ്യൻ പറഞ്ഞതും വിധിച്ചതുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. എന്താ ദൈവം എഴുതിയത്? നിനക്കൊരു നല്ല ഭാവിയുണ്ടെന്നാ ദൈവം എഴുതിയത്. എന്താ ദൈവം പറഞ്ഞത്? നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാ ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞതും എഴുതിയതുകൊണ്ട് പിന്നെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതൊക്കെ നടക്കണമെങ്കിലേ ഉഴപ്പിപ്പോകരുത്. ഒത്തിരി പേര് അവരുടെ ഭാവി ഉഴപ്പിക്കളഞ്ഞു, ശ്രദ്ധിക്കാതെ അത് കളഞ്ഞു. ആ സമയം പ്രാർത്ഥിക്കുകയോ ദൈവത്തിൽ ആശ്രയിക്കുകയോ ഒന്നും ചെയ്തില്ല. അതെല്ലാം മാഞ്ഞു തേഞ്ഞു പോയി. എന്നിട്ട് അവർ പരാതി പറയുന്നു, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ എത്തിപ്പോയി, എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. നിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയണമെങ്കിലേ ഉഴപ്പരുത്. പിന്നെയോ ദൈവവിചാരത്തോടെ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏതാ പ്രായം, എത്ര വയസ്സായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഏത് പ്രായത്തിലായിക്കോട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അത് തകർന്ന് തരിപ്പണമായി പോകണമെന്നുള്ള പ്ലാനല്ല, ശുഭകരമായൊരു ഭാവി തരുന്ന പ്ലാൻ. അതാണ് ദൈവം എഴുതിയത്, അതാണ് ദൈവം പറഞ്ഞത്. ഒന്ന് പറയണം, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ദൈവം പറഞ്ഞതും ദൈവം എഴുതിയത് ഒരിക്കലും നീ തകർന്നു പോകണമെന്നല്ല നിൻ്റെ തലയിൽ എഴുതിയത്. നീ എവിടെ എത്തിയാലും നല്ല നിൻ്റെ തലയിൽ എഴുതിയത്. നീ രക്ഷപ്പെടുകയാലും നല്ല എഴുതിയത്. നിനക്കൊരു നല്ല ഭാവിയുണ്ടെന്നാണ് നിൻ്റെ തലയിൽ എഴുതിയത്. നീ രക്ഷപ്പെടുമെന്നാണ് നിൻ്റെ തലയിൽ എഴുതിയത്. പിന്നെ നാട്ടുകാർ പറഞ്ഞതും ലോകക്കാർ പറഞ്ഞതും ശത്രുക്കൾ പറഞ്ഞതും അസൂയാലുക്കൾ പറഞ്ഞതും ദേഷ്യമുള്ളവർ പറഞ്ഞതും തലയിൽ എഴുതിക്കൊണ്ട് നടന്നാൽ, തല ചുമന്നുകൊണ്ട് നടന്നാൽ അത് നിന്നെ ഡൗൺ ആക്കും. മനുഷ്യൻ പറഞ്ഞതോ മനുഷ്യൻ എഴുതിയതോ അല്ല നിൻ്റെയോ നിൻ്റെ കുടുംബത്തിലോ ജീവിതത്തിൽ നടക്കുന്നത്. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞു, നിനക്ക് ആയുസ്സില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദേഷ്യത്തോടെ ശപിച്ചിട്ടുണ്ട്. അതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ഇനി ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അതിനുവേണ്ടി ശ്രദ്ധിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാകും. ഇന്ന പ്രായത്തിൽ നീ അനേകർക്ക് ദൈവത്തെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനാകുമെന്ന് എഴുതിയിട്ടുണ്ടാവും. ദൈവം എഴുതിയത് ഞാൻ ഉഴപ്പിയായിരുന്നെങ്കിലോ, ഞാനതിനെ മായ്ച്ചു കളയാൻ ശ്രമിച്ചിരുന്നെങ്കിലോ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിലോ ഈ പ്ലാൻ എന്നിൽ സംഭവിക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പഠിക്കുന്നൊരു കുഞ്ഞായിരിക്കാം, 10 വയസ്സിൽ താഴെയുള്ള ഒരാളായിരിക്കാം, 20 വയസ്സിൽ താഴെയുള്ള ഒരാളായിരിക്കാം, 30 വയസ്സിൽ താഴെയുള്ള ഒരാളായിരിക്കാം. ഉഴപ്പിക്കളയരുത്. കള്ളുകുടിച്ചും വേണ്ടാത്ത ജീവിതം നയിച്ചും ദൈവത്തിൽ നിന്ന് അകന്നും ജീവിച്ചാൽ നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നിന്നിൽ പതുക്കെ പതുക്കെ മാഞ്ഞു തേഞ്ഞു പോവും. നല്ല പ്രായം കഴിഞ്ഞ് ഇതൊക്കെ ചിലപ്പോൾ ബോധ്യം വരത്തുള്ളൂ. അപ്പോഴത്തേക്കും സമയവും കാലവും ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നൊരു തിരിച്ചറിവിൻ്റെ ദിവസമാകട്ടെ, ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാകട്ടെ. നിന്നെക്കുറിച്ച് ദൈവം എഴുതിയത് നിനക്കൊരു നല്ല ഭാവി ഉണ്ടെന്നാണ്. നിന്നെക്കുറിച്ച് ദൈവം പറഞ്ഞത് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്നാണ്. ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എന്നെക്കുറിച്ച് എഴുതിയത് നടക്കും.
നീ രക്ഷപ്പെടണമെന്ന് നിന്നെ എഴുതിയിട്ടുണ്ട്. നീ ഒരു ഇന്ന രാജ്യത്ത് പോകുമെന്ന് എഴുതിയിട്ടുണ്ട്. നീ മിടുക്കനാകുമെന്ന് എഴുതിയിട്ടുണ്ട്. നിനക്ക് ദീർഘായുസ് ഉണ്ടെന്ന് നിനക്ക് എഴുതിയിട്ടുണ്ട്. ദൈവം അത് നടക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഇന്ന് ദിവസം ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. ഒത്തിരി പേർ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി പോകുന്നൊരു ദിവസമാണ്. വെള്ളിയാഴ്ച ഏകദിന ശുശ്രൂഷകളുള്ള ദിവസമാണ്. 2 ദിവസമാണ് ഇവിടുത്തെ ശുശ്രൂഷകൾ. ഏറ്റവും അനുഗ്രഹമാകട്ടെ, ഏറ്റവും നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളിൽ ഉണ്ടാകട്ടെ. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ യാത്രകളിലെല്ലാം ഉണ്ടാകട്ടെ. വീടിരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരാകാം. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല വിജയമുണ്ടാകട്ടെ. ഉന്നത സ്ഥാനങ്ങളിലെത്താൻ കഴിവുള്ളവരായി മാറട്ടെ. ഒരാൾ പോലും ഉഴപ്പിപ്പോകരുത്. ഒരാൾ പോലും വഴിതെറ്റിപ്പോകരുത്. ഒരാൾ പോലും തെറ്റായ ബന്ധങ്ങളിൽ പോയി ചാടരുത്. ഒരാൾ മദ്യത്തിലോ മയക്കുമരുന്നിലോ ഒന്നും അകപ്പെട്ടു പോകരുത്. ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത്. ഒരാൾ നശിച്ചു പോകരുതെന്ന് രക്ഷപ്പെട്ടു വന്നോണം. ഉയരങ്ങളിലെത്തിക്കോണം. പഠിച്ചോണം. വിജയിക്കണം. ദൈവാനുഗ്രഹത്തിൽ കയറി ഞങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഐശ്വര്യം ദൈവം തരട്ടെ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. പറഞ്ഞ് ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ശത്രു പറഞ്ഞതും എഴുതിയതും, അസൂയക്കാരൻ പറഞ്ഞതും എഴുതിയതും ഒന്നുമല്ല നടക്കുന്നത്. ദൈവവചനത്തിലൂടെ ദൈവം എനിക്ക് എഴുതി തന്നത് നടക്കും. ദൈവം പറഞ്ഞത് നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ്. വ്യാഴാഴ്ച 9 മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വയ്ക്കും. 9:30 കൗൺസിലിംഗ് ആരംഭിക്കും. 12:30 വേളാങ്കണ്ണി മാതാവിനോടുള്ള മാധ്യസ്ഥം തേടി നൊവേന ചൊല്ലി 1 മണിക്ക് നേർച്ച ഭക്ഷണം. ശേഷം വീണ്ടും 1:15 വീണ്ടും ശുശ്രൂഷകൾ ആരംഭിക്കും. 4 മണിക്ക് 4:15 ജപമാല, 5 മണിക്ക് വിശുദ്ധ കുർബാന, 6:20 വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന. ശേഷം വചനപ്രഘോഷണം, നിയോഗ പ്രാർത്ഥന, ധ്യാനം. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച അനേക ആളുകൾ വരും, പ്രാർത്ഥിക്കും. ഇത്തിരി അനുഗ്രഹമാണ്. നിങ്ങൾക്കും സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച മേരി ജോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളങ്കൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.